പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി സമീപഭാവിയിൽ തന്നെ നടക്കും എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാനിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ഇമ്രാൻഖാൻ. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്, പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ പാക് പട്ടാള മേധാവി, ശരിക്കും പറഞ്ഞാൽ യുദ്ധം തോറ്റ മേധാവി, അതെ, അദ്ദേഹത്തിന് അസിം മുനീറിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അസിം മുനീർ പാകിസ്ഥാനെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിരൂക്ഷമായ വിമർശനമാണ് അസിം മുനീറിനെതിരെ അവർ ഉന്നയിച്ചത്. എന്താണ് പാകിസ്ഥാനിൽ ഈ പറയുന്നത് പോലെ ഒരു അതിനുള്ളിലൊരു ബോംബ് പൊട്ടും? ഇന്ത്യയിലിരുന്ന് നമ്മൾ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങൾ വിലയിരുത്തുന്നതിനകത്ത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ പോലും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തെക്കാളും സൈനിക നേതൃത്വം വളരുന്ന സമയത്തൊക്കെ അവിടെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. അത് സിയാ ഉൽ ഹക്കിൻ്റെ സമയത്തായാലും അതെ പർവേസ് മുഷറഫിൻ്റെ സ്ഥലത്തായാലും എപ്പോഴും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഏട്ടുമൂത്ത് പോലീസായെന്ന് പറഞ്ഞാൽ ഈ ജനറൽ മൂത്ത് ഫീൽഡ് മാർഷലായിട്ട് പിന്നെ അദ്ദേഹത്തിന് ഇനിയും മൂക്കാനെങ്കിൽ പ്രസിഡന്റ് ആവാനുള്ള ഒരു പദവിയുള്ളൂ. അപ്പോൾ അതിൽ ഇന്നലെ ഇന്ത്യയിലെയും കേരളത്തിലെ മീഡിയകൾ വളരെ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കമൻ്റാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇമ്രാൻഖാൻ്റെ സഹോദരിയായിട്ടുള്ള അലീന ഖാൻ മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്തായിരുന്നു. അതിൽ അദ്ദേഹം ഉപമിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ എങ്ങനെയാണോ തകർത്ത്, കാര്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് കഴിഞ്ഞാൽ BCCI കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായിരുന്നു. ഇപ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അപ്പം അതിന് ആരും വേണ്ടാത്തൊരവസ്ഥയിലെത്തി. അത് അങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തകർന്നത് മാതിരി ഇദ്ദേഹത്തെ ഇമ്രാൻഖാനെ കപ്താൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. നമ്മൾ മോദിജി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവിടെ മുഴുവൻ കപ്താൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ വിളിപ്പേര്, ഓമനപ്പേര് തന്നെ അതാണ്. ക്യാപ്റ്റൻ എന്നുള്ളതാണ് അവർ കപ്താൻ എന്നാണ് അവർ വിളിക്കുന്നത്. അവർ അദ്ദേഹത്തിന് മാത്രം ഉറുദു വാക്കാണ്, അത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പദവിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, നീ ക്രിക്കറ്റിനെ എങ്ങനെയാണോ ഇവർ നശിപ്പിച്ചത് അതേപോലെ രാജ്യത്തെ മുനീർ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നേതാവ് ആ രാജ്യത്തിൻ്റെ ജനറലിനെ പേരെടുത്ത് വിമർശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത സാധനം. പ്രസിഡൻസ് ഇല്ല. ഇപ്പം നമുക്ക് നമ്മുടെ പ്രധാന പ്രതിപക്ഷ നേതാവിനൊക്കെ സൈന്യമായിട്ടും സൈനിക നേതാക്കളൊക്കെ ആയിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളാരും ഒരു ജനറലിനെ അല്ലെങ്കിൽ ഒരു സീനിയർ മിലിറ്ററി ഓഫീസറിനെയോ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന വരെ നമ്മുടെ ചരിത്രത്തിലുണ്ടായില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ലോകരാഷ്ട്രങ്ങളിലും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാര്യം മിലിറ്ററി നമ്മൾ എല്ലാതെ വേണം, ഭരണപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ മിലിറ്ററി എല്ലാവരുടെയാണ്. നമ്മൾ തോക്കുമ്പോഴത്തേക്ക് ആ മിലിറ്ററി മാത്രമല്ല തോക്കുന്നത്, രാജ്യമാണ്. ആ ഒരു സ്പിരിറ്റിലാണ് എടുക്കേണ്ടത്. പക്ഷേ ഇമ്രാൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെക്കാളും മുനീർ വളർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ സൂചന. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് 2 പ്രാവശ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2 പ്രാവശ്യം അദ്ദേഹം ഒറ്റയ്ക്ക് അമേരിക്ക സന്ദർശിച്ചു എന്നുള്ളത് വളരെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ, പൊളിറ്റിക്കൽ മാത്രമല്ല മിലിറ്ററി വൃത്തങ്ങളിലും ഇതൊരു അസ്വാഭാവികമായ നടപടിയാണ്. ഒരു രാജ്യത്തിൻ്റെ ജനറൽ മറ്റ് സഹായികളൊന്നും ഇല്ലാതെ, പട്ടാള മേധാവി ഒരു ജനറൽ മറ്റ് സഹായികളും മിനിസ്ട്രിയുടെ ആൾക്കാരൊന്നും ഇല്ലാതെ നേരിട്ട് പോയി വേറൊരു രാജ്യത്തിൻ്റെ തലവന്, അതും ലോകത്ത് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. എല്ലാവരും പ്രസിഡന്റാണ്, പക്ഷേ അമേരിക്കൻ പ്രസിഡന്റാണ് പ്രസിഡന്റ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അപ്പം പോയി പ്രസിഡന്റിനെ കാണുകയും അത് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. അപ്പം അതിനിടയ്ക്ക് ഇവർ തമ്മിൽ എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പം പാകിസ്ഥാനിൽ ട്രംപിന് നിക്ഷേപമുണ്ട്, ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള ചില കരാറുകൾ ഇത് സംബന്ധിച്ച് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷണലി നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനിലെ രാഷ്ട്രീയ മിലിറ്ററി നീക്കങ്ങളിലെല്ലാം അമേരിക്കയുടെ കയ്യൊപ്പ് ഇത്രയും കാലം അമേരിക്കൻ കരങ്ങൾ എപ്പോഴും അവരുടെ കയ്യൊപ്പോടുകൂടിയാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം അമേരിക്കയുടെ പാകിസ്ഥാൻ്റെ മിക്ക മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും സെൻസിറ്റീവ് ആയിട്ടുള്ള പലതും അവരുടെ കൺട്രോളിലാണ്. അപ്പം അസീം മുനീർ തോറ്റതിന് ശേഷവും അദ്ദേഹത്തിന് ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമായ ഒരു നടപടിയാണ്. അപ്പം ഈ ട്രംപിൻ്റെ നോബൽ പ്രൈസ് മാതിരി ഇദ്ദേഹത്തിൻ്റെ ഫീൽഡ് മാർഷലും പിടിച്ചു വാങ്ങിച്ച
സംഭവമായിട്ട് നമുക്ക് തോന്നുന്നു. ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് അവിടെ ചില ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ പാകിസ്ഥാനിൽ നടപ്പുണ്ടായിരുന്നു. നമുക്കൊരു കോമാളി ഷോ പോലെയാണ് തോന്നിയത്. അവർ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിജയഭേരിയൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നു. എന്ത് ജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ ജയിച്ചു എന്നുള്ള രീതിയിൽ ഒരു വ്യാജ പ്രചാരണം നടത്തി. ഉദ്ധംപൂർ വ്യോമതാവളം ആക്രമിച്ച് നശിപ്പിച്ചു. പിറ്റേ ദിവസം മോദി അവിടെ എത്തി ഫോട്ടോഷൂട്ട് നടത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാൾസ് പ്രൊപ്പഗണ്ടകളുടെയും ഉള്ള ഒരു ഗൂഢതന്ത്രങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രമാണ് എപ്പോഴും പാകിസ്ഥാൻ. അതിനകത്ത് എപ്പോഴും ഒരു സൈഡിൽ അമേരിക്ക ഉണ്ടാവും, മറ്റ് സൈഡിലാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇമ്രാൻഖാൻ തന്നെ ഒരു സമയത്ത് പോയി റഷ്യൻ പ്രസിഡന്റ് പുടിനെ കണ്ടിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്ത് അയാൾ വേറൊരു കോമാളി വേഷം കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് കോൺട്രവേഴ്സികളിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇമ്രാൻഖാൻ. ഏകദേശം ഇപ്പോൾ തന്നെ 186ഓളം കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പെട്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. പുള്ളിക്കാരൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാര്യം ഒരിക്കലും ജയിലിന് പുറത്തു വരാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിനെതിരായിട്ട് പല വധശ്രമങ്ങളും ജയിലിനകത്ത് നടന്നു എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. ജയിലിന് പുറത്തും അദ്ദേഹത്തിനെതിരായിട്ട് 2 വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് അപ്പോൾ പാകിസ്ഥാനിൻ്റെ ഡെമോക്രസിയുടെ പുറത്ത് എപ്പോഴും മിലിറ്ററിയുടെ ഒരു വാൾ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇമ്രാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ആർമിക്ക് അധീനപ്പെട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജും കൂടെ നമുക്കിവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനല്ല, അദ്ദേഹം തന്നെ ഒരു മിലിറ്ററി കൂപ്പ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആരോപണം വ്യക്തിപരമായിട്ട് പോയിന്റഡ് ആയിട്ട് ഉന്നയിക്കണം. ഒരു വിമർശനം. അദ്ദേഹം ISIയുടെ ചീഫായിരുന്നു. ISIയുടെ ചീഫായിട്ടായിരുന്നു അസീം മുനീർ പ്രവർത്തിച്ചത്. അപ്പം ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കാര്യം അവരുടെ ജനതയുടെ അവിടുത്തെ ഒരു പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ ഹിന്ദുസ്ഥാൻ വിരോധം എടുത്തിടും. ഹിന്ദുസ്ഥാനികൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം കാം ഡൗൺ ആവും. മിലിറ്ററി അധികാരം ഏറ്റെടുത്താലും കുഴപ്പമില്ല എന്നാവും. പിന്നെ അവിടെ കാലം തയ്ക്കുന്ന സർക്കാരുകളൊക്കെ വളരെ ചുരുക്കമാണ്. അതെ, അതുകൊണ്ട് ഇപ്പം ഈ അടുത്ത ഗവൺമെൻറ് കാലം തയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനറലും അനുസാരികളും എല്ലാം കൂടെ ചെയ്യുന്നുണ്ടാവണം. കാര്യം ഒരു യുദ്ധം എപ്പോഴും വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പർവേസ് മുഷറഫ് പ്രശ്നത്തിലായിരുന്നപ്പോഴത്തേക്കാണ് കാർഗിലിൽ അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർ നമ്മുടെ ചൊറിയും, അവർ അറ്റൻഷൻ ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ അവിടെയുള്ള ജനത മുഴുവൻ ഇന്ത്യ വിരുദ്ധത വരും. അപ്പോഴത്തേക്ക് അവർക്ക് യുദ്ധം ജയിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അന്നുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. ഇത് 2 ബേസിക് അമ്യൂണിറ്റീസ് ആണ്. റോട്ടി, അടിസ്ഥാന ആവശ്യങ്ങൾ. റോട്ടി കപ്പട മക്കാൻ എന്നുള്ളതിനകത്ത് റോട്ടി ഇല്ല. ഇനി തുണി ഉണ്ടോ എന്നുള്ള കാര്യം അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. എനിക്കൊരു തോന്നുന്ന 1 കിലോ പാലിനൊക്കെ അവിടെ 400 രൂപയോളം വില വരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രാജ്യം എന്ത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ മിലിറ്ററിയുടെ ആർഭാടങ്ങൾ കുറയ്ക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് രാജ്യത്തിന് ഒന്നിൽ മിലിറ്ററിയെ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഭരണകൂടത്തിന് മിലിറ്ററിയെ കൈകാര്യം ചെയ്യാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം അവിടെ വരണം. അല്ലെങ്കിൽ മിലിറ്ററി ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വിദേശ ഇടപെടൽ ഈ മിലിറ്ററിക്ക് സഹായകരമായ രീതിയിൽ അല്ലെങ്കിൽ അസീം മുനീറിന് സഹായകരമായ രീതിയിൽ ഒരു വിദേശ ഇടപെടൽ വരുന്നു. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഗവൺമെന്റിനെ സഹായിക്കുന്ന തരത്തിൽ മറ്റൊരു വിദേശ ഇടപെടൽ ഉണ്ടായാലോ? ഇല്ല. കാര്യം ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ തന്നെ വിദേശകാര്യമന്ത്രി CNN കൊടുത്തുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി വെർ ഡൂയിങ് ദ ഡർട്ടി ജോബ് ഫോർ ദ വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പടിഞ്ഞാറിന് വേണ്ടി ഏറ്റവും വൃത്തികെട്ട ജോലി. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെയാണല്ലോ. അപ്പൊ ഇന്ത്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനകളുടെ ഒരു കൂട്ടുപ്രതിയാണ് ഞങ്ങൾ എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു. അപ്പം അതായത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഡിസൈൻസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അതിനെ കാലാകാലങ്ങളായിട്ട് എല്ലാ രാജ്യങ്ങളും കരുവാക്കുന്നത് പാകിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് ഹെറോയിൻ കടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക, അതായത് നമ്മുടെ US-ൻ്റെ സോവിയറ്റ് ഭരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആണ് അവർ പാകിസ്ഥാനെ പ്രേരിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് ഹെറോയിനൊക്കെ കടത്തി തുടങ്ങിയത്. അവസാനം അത് അഫ്ഗാനിസ്ഥാനും നശിച്ചു, പാകിസ്ഥാനും നശിച്ചു എന്നുള്ള ഒരു അമേരിക്കയ്ക്ക് പണിയും കൊടുത്തു എന്നുള്ളതാണ്. ബിൻ ലാദനെ ചെന്ന് ഇവർക്ക് തന്നെ അവിടെ ചെന്ന് അവസാനം തീർക്കേണ്ടി. അത് ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം പറഞ്ഞത് ബിൻ ലാദൻ ഷഹീദായെന്നാണ് പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി മരിച്ച ആളാണ് ബിൻ ലാദൻ എന്ന്
ഇമ്രാൻഖാൻ്റെ ഒരു പ്രഖ്യാപനം വന്നായിരുന്നു. അത് അവിടുത്തെ രാഷ്ട്രീയ സർക്കിളുകളിൽ വളരെ വിമർശിക്കപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു. ഇത്രയും വലിയൊരു ഭീകരനെ ഷഹീദാക്കുക എന്ന് പറയുമ്പോൾ, ഷഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ ഭാരത് രത്ന കൊടുക്കുന്ന പോലെ ഏറ്റവും വലിയ ഒരു പദവിയാണ് അവിടുത്തെ ഷഹീദ് എന്ന് പറയുന്ന പദവി. അപ്പോൾ അവർ ഷഹീദാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിട്ട് അമേരിക്ക അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഡ്രാമയാണെന്ന് നമുക്ക് തോന്നും. ഇത്രയും കൺട്രോളുള്ള അമേരിക്കയ്ക്ക് ബിൻ ലാദൻ പാകിസ്ഥാനിലുണ്ടായിട്ട് അമേരിക്കയെ കണ്ടുപിടിക്കാൻ പറ്റിയ 5 വർഷം എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺനാച്ചുറൽ. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ വെളിയിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവി, അവിടുത്തെ ജനങ്ങളുടെ ഭാവിയൊക്കെ വളരെ അവതാളത്തിലാണ്. മോദിജി എന്നെ മുമ്പ് പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾ റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ വെടിയുണ്ട കഴിക്കൂ എന്നാണ് പറഞ്ഞത്. അവരുടെ ഭാഗതയെ എന്തെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അവർക്ക് റൊട്ടി കഴിക്കണോ അതോ വെടിയുണ്ട കഴിക്കണോ എന്നുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.